നാട് മുഴുവൻ ഭരിക്കുന്നത് ശരിക്കും സിവിൽ സർവീസുകാരാണ്, രാഷ്ട്രീയക്കാരല്ല എന്ന് പറയുന്നത്. അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് ഞാൻ പെൻസിൽ വെച്ച് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതെനിക്കൊരു പുതിയ ഇതായിരുന്നു. ഒരു കോട്ടാണ് അല്ലേ? ഒരു കോട്ടാണ്, അദ്ദേഹം പറഞ്ഞല്ല, ഒരു കോട്ടാണ്. സിവിൽ സർവീസുകാരാണ് നാട് ഭരിക്കുന്നത്, പൊളിറ്റീഷ്യൻസ് അല്ല. And to receive the first copy of the book, I would like to invite Sri Ratan Khilkar IAS, Principal Secretary to Chief Minister. ഈ പുസ്തകം ഡു ഇറ്റ് ബെറ്റർ എന്ന ഈ പുസ്തകം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ആലോചിച്ചത് അത്ര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. കുട്ടികൾ, ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത കുട്ടികൾ പോലും ഇത് വായിച്ചാൽ ഈ പരീക്ഷയ്ക്ക് അടക്കമുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് കുട്ടികളെ തയ്യാറെടുക്കും, ഒരു സംശയവും വേണ്ട. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചത് 40 കൊല്ലം മുമ്പ് ഇദ്ദേഹം ഈ പുസ്തകം എഴുതിയിരുന്നെങ്കിൽ ഞാൻ ഈ മുഖ്യമന്ത്രിയായിട്ട് വേദിയിലുണ്ടാവില്ല. ശരിക്കും എനിക്ക് തോന്നി. കാരണം എൻ്റെ ഈ ഏജിൽ പോലും എന്നെ ഇൻസ്പയർ ചെയ്യുന്ന, എനിക്ക് പറ്റില്ലല്ലോ പോയി എഴുതാൻ. കാരണം അത്രയും ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്ക് എങ്ങനെ എഴുതണം, അത് അനാവശ്യമായി വലിച്ചു വാരി ഒന്നും പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ആവശ്യമായ കാര്യങ്ങളാണ് എഴുതി. അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലും എനിക്ക് തോന്നുന്നത് 1-2 പാരഗ്രാഫ് മാത്രമാണ്. അതുപോലും നമുക്കൊരു അനുഭവമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജസ്ഥാനിലെ ആണ് പഠിച്ചത്. ഫാദർ അവിടെ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു, അമ്മ വീട്ടിൽ തന്നെയായിരുന്നു, ജോലിയില്ല. പക്ഷെ ഫാദർ എല്ലാ വർഷവും ട്രാൻസ്ഫർ കിട്ടും. അതുകൊണ്ട് 11 വർഷം സ്കൂളിൽ പഠിച്ചപ്പോൾ 11 സ്കൂളിലാണ് പഠിച്ചത്. അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നും. ഇങ്ങനെ ട്രാവൽ ചെയ്യുമല്ലോ, ഓരോ വർഷം ട്രാവൽ ചെയ്യുക. ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് നമുക്കൊക്കെ എത്രയോ ഫ്രണ്ട്സാണ്. സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠിച്ചവർ തൊട്ട് നമ്മുടെ ഫ്രണ്ട്സാണ്. ഇത് ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് അടുത്ത സ്ഥലത്തേക്ക് യാത്ര. രണ്ടാമത് അദ്ദേഹം എഴുതിയ കാര്യം എന്ന് വെച്ചാൽ ഒരു ഗൈഡ് ഇല്ല, ഒരു ഗൈഡ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഈ പുസ്തകത്തിലൂടെ ഒരു ഗൈഡായി അദ്ദേഹം മാറിയിരിക്കുന്നത്. തൻ്റെ അനുഭവത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം BA-ക്ക് ഇംഗ്ലീഷും പൊളിറ്റിക്കൽ സയൻസും അതുപോലെ ഹിസ്റ്ററിയും ചൂസ് ചെയ്തത്? എന്തുകൊണ്ടാണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലും ആ ലാംഗ്വേജിനുള്ള ഇതും കൂടുതൽ കിട്ടണമെന്ന് കരുതിയിട്ടാണ് ഇത് എടുത്തത്. അങ്ങനെ അദ്ദേഹം തുടങ്ങിയാണ് അത് ഡിഗ്രിക്ക് ചേർന്നത്. പിന്നെ അതിനുശേഷം PGക്ക് എന്തുകൊണ്ട് ഹിസ്റ്ററി എടുത്തു? ഈ ബുക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫസർക്കാണ്, ഹിസ്റ്ററി പ്രൊഫസർക്കാണ്. അദ്ദേഹത്തെ ഹിസ്റ്ററിയോട് അത്രയും പാഷനേറ്റ് ആക്കി മാറ്റിയ ഒരു പ്രൊഫസർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 142 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 40 കോടി പേർ ചെറുപ്പക്കാരാണ്. അതിലൊരു 15-20 ലക്ഷം പേരാണ് ഈ UPSC എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വരുന്നത്. ചിലപ്പോൾ ഒരു 10-15 ലക്ഷം പേരാണ് അതിന്റെ പ്രിലിംസ് എഴുതുന്നത്. പിന്നെ ഫൈനൽ എഴുതുമ്പോഴേക്കും അത് കുറെ കൂടി ഗണ്യമായൊരു 10,000-15,000 കുറയും. അതിൽ നിന്ന് 1000 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അത് ഗ്രേഡ് Aയിലും ഗ്രേഡ് Bയിലുമായി. അപ്പോൾ എത്ര വലിയൊരു പ്രോസസ്സാണ് അതിനകത്ത് നടക്കുന്നത്. എന്തുകൊണ്ടാണ് UPSCയുടെ ഈ എക്സാം എഴുതാൻ പോയതെന്ന് കൂടി വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ ഇന്നത്തെ കാലത്ത് ഭയങ്കര റെലവൻ്റാണ്. കാരണം അദ്ദേഹം രാജസ്ഥാൻ സിവിൽ സർവീസിൽ അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഇവിടുത്തെ നമ്മുടെ KAS പോലെ, അത് എഴുതി പരാജയപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയി നടക്കുന്നത്. ഇപ്പൊ മൊത്തം നീറ്റ് പരീക്ഷയുടെ വിവാദം, PSC സെലക്ഷന്റെ വിവാദം ഒക്കെ നടക്കുന്ന കാലത്ത് ട്രാൻസ്പെറൻ്റ് ആയി നടക്കുന്ന ഒരു എക്സാമിനേഷൻ വലിയൊരു പ്രോസസ്സാണ്. ആ പ്രൊസീജിയർ എന്താണ്, ആ പ്രോസസ്സ് എന്താണ്, എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും നേരത്തെ അറിയില്ലായിരുന്നു. കുറച്ചൊക്കെ പ്രിലിംസ് എന്നൊക്കെ ഫൈനൽ എന്നൊക്കെ നമ്മളെല്ലാവരും പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ വെറുതെ അടിച്ചു വിടുമെന്നല്ലാതെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനും ഇപ്പോഴാണ് സ്റ്റഡി ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് 11 പേപ്പേഴ്സ്, 4-5 ദിവസം എക്സാം അല്ലേ, അതിന് ഒരു 30 മണിക്കൂറാണ് യഥാർത്ഥത്തിൽ എക്സാം അല്ലേ, 2-3 hours എക്സാം. പിന്നെ അതിനുശേഷം പ്രിലിംസിന്റെ പ്രത്യേകത, പ്രിലിംസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്, ഫൈനൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങൾ, ഓപ്ഷണൽ സബ്ജക്ട് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് തുടങ്ങിയുള്ള മുഴുവൻ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് കുട്ടികൾക്ക് കറക്റ്റായിട്ട്. എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ട ഇമോഷണൽ ഇന്റലിജൻസ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, പിന്നെ വായന മാത്രം പോലും, വായന വേണം, നിർബന്ധമായിട്ട് വായിക്കണം, പുസ്തകങ്ങൾ വായിക്കണം, ന്യൂസ് പേപ്പർ വായിക്കണം.
ന്യൂസ് പേപ്പറിൽ നിന്ന് എന്താണ് കിട്ടുന്നത്, പുസ്തകത്തിൽ നിന്നാണ് എന്താണ് കിട്ടുന്നത്, ഹൗ ടു റീഡ്, ഏറ്റവും വേഗത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്. വേഗത്തിൽ വായിക്കുന്നതിനൊരു നാക്കുണ്ട്, ഞങ്ങൾക്കൊക്കെ ഉണ്ട്, ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. വേഗത്തിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനൊരു ട്രിക്ക് ഉണ്ട്. അതിൽ 1-2 ട്രിക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. എൻ്റെ കയ്യിൽ വേറെ 1-2 കൂടിയുണ്ട്. ഞങ്ങളൊന്നും ആർക്കും, സുധീറിനൊക്കെ അത് അറിയാവുന്ന, ഞങ്ങൾ ആർക്കും അതിനെ പറഞ്ഞു കൊടുക്കാറില്ല. വളരെ വേഗത്തിൽ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് വെർട്ടിക്കലായിട്ട്, ഹൊറിസോണ്ടലായി വായിക്കാതെ വെർട്ടിക്കലായിട്ട് വായിക്കുന്നത്, അഡ്ജക്റ്റീവ്സ് അവോയ്ഡ് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളൊരു കുട്ടിയെ പോലെ ഇരുന്ന് നമ്മുടെ പ്രായം പറഞ്ഞ് നമ്മൾ ഈ പുസ്തകം വായിച്ചു. ഞാനിത് മുഴുവൻ കാണാതെ പറയാം, പക്ഷെ എല്ലാവരും പുസ്തകം മേടിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അത് കേട്ട് ഇനി പുസ്തകം മേടിക്കണ്ടെന്ന് വിചാരിക്കരുത്. അങ്ങനെ രസകരമായിട്ടാണ് ഇത് പറയുന്നത്. മെമ്മറി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മെമ്മറി എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. ഞാൻ ഇതൊക്കെ വായിച്ചിട്ട് കാണാതെ പറയണല്ലേ, അതൊരു വേറെ ട്രിക്കാണത്. മെമ്മറി നമ്മൾ അത് എപ്പോഴും നിൽക്കുക എന്ന് പറയുന്നത്, മെമ്മറിയെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നാൽ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ പരീക്ഷ എഴുതിയിരുന്നത് അങ്ങനെയാണ്. പരീക്ഷ പഠിക്കുന്ന കാര്യം അതേപോലെ തന്നെ സ്ക്രീനിൽ, പരീക്ഷ എഴുതാൻ നേരത്ത് സ്ക്രീനിൽ, നമ്മുടെ TV സ്ക്രീനിൽ ന്യൂസ് റീഡർ വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും നേരെ ഇങ്ങനെ പറയാനല്ലോ, സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നുണ്ട്, അതാണ് വായിക്കുന്നത്. അതുപോലെ പരീക്ഷ എഴുതുമ്പോൾ പഠിച്ച കാര്യങ്ങൾ അതുപോലെ തെളിഞ്ഞു വരും. എന്നോട് എൻ്റെ ഒരു പ്രൊഫസർ ചോദിച്ചിട്ടുണ്ട്, കോപ്പി അടിച്ചാണെന്ന് സംശയിക്കുവാണ്. കാരണം ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ ചിലപ്പോൾ വരും. അത് മെമ്മറി, നമ്മൾ കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ് അദ്ദേഹം നൽകുന്നത്. മെമ്മറി എങ്ങനെയാണ്, റീഡിങ് എങ്ങനെയാണ്, സ്പീഡിൽ റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, മെമ്മറി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് വായിക്കുമ്പോൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്, ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എന്താണ് ഇത് ചെയ്യേണ്ടത്, അങ്ങനെ. പിന്നെ ഇന്റർവ്യൂ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്. എക്സാം എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് വരെ പറയുന്നുണ്ട്. മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ്. ചിലർ പറയും ഹാൻഡ് റൈറ്റിങ്ങിലൊന്നും കാര്യമില്ല എന്ന് പറയും. അദ്ദേഹം മിത്തും റിയാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ്. മിത്ത് ഇതാണ്, ഹാൻഡ് റൈറ്റിങ്ങിലൊന്നും കാര്യമില്ല. റിയാലിറ്റി എന്താണ്, ഹാൻഡ് റൈറ്റിംഗ് പ്രധാനം. ഹാൻഡ് റൈറ്റിംഗ് മോശമായ നമ്മുടെ മാർക്ക് കുറയും. എന്നിട്ട് മഹാത്മാഗാന്ധിയെ കോട്ട് ചെയ്യുന്നുണ്ട്. മഹാത്മാഗാന്ധി ബാഡ് ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റി പറഞ്ഞത് കറക്റ്റ് അല്ലേ? അതിനെപ്പറ്റി കോട്ട് ചെയ്യുന്നുണ്ട്. നല്ല രസമായിട്ട് ഒരു സെന്റൻസ് ഗാന്ധിയുടെ ബാഡ് ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചുള്ള ഗാന്ധിയുടെ ഒരു കോട്ട് പറയും. അത്രയും രസകരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എക്സാം നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? തയ്യാറെടുപ്പ്, പ്രിപ്പറേഷനാണ്. ചിലർ പറയും 1-2 മാസം കൊണ്ട് സിവിൽ സർവീസ് എഴുതാം. അദ്ദേഹം പറയണത് ഒരു വർഷമെങ്കിലും മിനിമം തയ്യാറെടുപ്പ് എക്സാമിന് വേണ്ടി വേണം. ഇന്റർവ്യൂ, ഈ എക്സാം നിങ്ങൾക്ക് ഞങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നവരെ ഇവിടെ ഇരിക്കുന്നത്, എക്സാം കഴിഞ്ഞാൽ 2-3 ആഴ്ച ഉണ്ടാവുള്ളൂ അല്ലേ ഇന്റർവ്യൂവിന്. കുറച്ച് സമയമല്ലേ, കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ എന്ന് പറയും. പക്ഷെ നേരത്തെ തൊട്ട് ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 വർഷം മുമ്പേ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങണം. അപ്പൊ നമ്മൾ ഇപ്പൊ ഭയങ്കര ട്രെയിനിങ് ആണല്ലോ സിവിൽ സർവീസിന്. ട്രെയിൻ ചെയ്ത് ഒരാളെ കുളവാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ട്രെയിൻ ചെയ്ത് അയാൾ ടിപ്പിക്കലായിട്ട് ഒരു ഓർഗാനിക് ആയിട്ട് അല്ലാതെ അയാൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് വന്ന് ഈ ട്രെയിനിങ് ഓവർ ട്രെയിനിങ് ആയാലും ഒരു പ്രശ്നമുണ്ട്. വന്ന് പറയും വൈ യു വോണ്ട് ടു ജോയിൻ സിവിൽ സർവീസ്, ഐ വോണ്ട് ടു സെർവ് മൈ നേഷൻ. സ്ഥിരം മറുപടിയാ, കറക്റ്റ് അല്ലേ? സ്ഥിരം മറുപടി ഇങ്ങനത്തെ കുറെ സ്ഥിരം. അപ്പൊ അത് കേൾക്കുന്ന ആൾക്കാരെ ഇത് അതല്ലല്ലോ. ഓർഗാനിക് ആയിട്ട് ആളെ ചെക്ക് ചെയ്യല്ലേ. ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ആളെന്താണ് മറുപടി പറയുന്നത്, എങ്ങനെയാണ് മറുപടി പറയുന്നത്, അല്ല മനസ്സിൽ ഓണസ്റ്റ് ആയിട്ടാണോ മറുപടി പറയുന്നത്, ഇയാൾ എങ്ങനെയാണ് ആള്, ഡൈനാമിക് ആണോ, ഓരോ ചോദ്യത്തിനനുസരിച്ച്. അപ്പൊ ഇന്റർവ്യൂവർ എന്ന് പറയുന്ന ആള് മാർക്കിടാനിരിക്കുന്നവർ മോശക്കാരൊന്നും അല്ലല്ലോ. ഇതിൻ്റെ അത് ഇരിക്കുന്നവര് അവര് ചെക്ക് ചെയ്യും. അവരിങ്ങനെ ഇങ്ങനെ ചെറിയ ഇതായിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ പറയുന്നുണ്ട് എപ്പോഴാണ് നമ്മളിത് പഠിക്കേണ്ട സമയം, രാവിലെയാണോ രാത്രിയാണോ? അത് അദ്ദേഹം പറയുന്നത്. അത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ. നമ്മുടെ ബോഡി തന്നെ അതുണ്ടെന്ന് അല്ലെ. ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ ബെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് അല്ലെ. ഗ്രൂപ്പായിട്ടുള്ള സ്റ്റഡിയാണ്, ഗ്രൂപ്പ് ഇതാണ് സത്യമാണത്. എൻ്റെ അനുഭവം ഗ്രൂപ്പ് സ്റ്റഡിയാണ്. പക്ഷെ എൻ്റെ പ്രശ്നം ഇതായിരുന്നു, അവരാരും ആ സമയത്ത് എഴുന്നേക്കില്ല. നമ്മൾ പഠിച്ച് കഴിയും, നേരം വെളുത്ത് കഴിയുമ്പോൾ അവർ പഠിക്കാൻ വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച തുടങ്ങും. അവർക്ക് പഠിക്കാൻ പറ്റും. ഇത് നല്ല നല്ല എന്താണ്, ഒരുപാട് നമ്മുടെ കുട്ടികൾക്കില്ലേ, ഞാൻ പറഞ്ഞ എല്ലാ കുട്ടികളും ഇത് വായിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ രസകരമായിട്ടാണ് ഇത് കാര്യം. ഇന്റർവ്യൂ ഫേസ് ചെയ്യേണ്ട കാര്യം, ഇത് എഴുതേണ്ട കാര്യം, ഓരോ കാര്യത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. പിന്നെ സ്ത്രീകൾ കടന്നു വരേണ്ടതിന്റെ ആവശ്യം. അപ്പൊ ഓരോ വർഷവും കിട്ടിയ പോസ്റ്റിംഗ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കുറിച്ച്, സ്ത്രീകളായിട്ടുള്ള ഈ സിവിൽ സർവീസുകാരെ കുറിച്ചൊക്കെ നമുക്ക് ബഹുമാനം തോന്നി. 1000 പേര് വരുമ്പോൾ കഴിഞ്ഞ
കാലങ്ങളിലൊക്കെ വളരെ കുറച്ച് പേരാണ് വന്നത്. ഈ വർഷം മാത്രമാണ് അല്ലെ 353 ലാസ്റ്റ് ഇയർ ആയിട്ട് വന്നത്. കണക്ക് കറക്റ്റ് അല്ലേ? അതാണ്. അങ്ങനെ ആയി കൂടുതൽ വരണം. എങ്ങനെ അവർക്ക് വരാൻ പറ്റും? കാരണം ഒരു നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു സമൂഹ സൃഷ്ടിക്കായിട്ടാണ് സിവിൽ സർവീസുകാർ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു കോട്ടും പറയുന്നുണ്ട്, നാട് മുഴുവൻ ഭരിക്കുന്നത് ശരിക്കും സിവിൽ സർവീസുകാരാണ്, രാഷ്ട്രീയക്കാരല്ല എന്ന് പറയുന്നത്. അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് ഞാൻ പെൻസിൽ വെച്ച് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതെനിക്കൊരു പുതിയ ഇതായിരുന്നു. ഒരു കോട്ടാണ് അല്ലേ? ഒരു കോട്ടാണ്, അദ്ദേഹം പറഞ്ഞല്ല, ഒരു കോട്ടാണ്. സിവിൽ സർവീസുകാരാണ് നാട് ഭരിക്കുന്നത്, പൊളിറ്റീഷ്യൻസ് അല്ല. അപ്പൊ എനിക്ക് സ്ഥാനം മനസ്സിലായി. പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട്. സുധീർ പറഞ്ഞ പ്രശ്നമുണ്ട്. സംഭവം മോശമായാലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇപ്പോഴുള്ള പ്രശ്നം മോശമായ നമുക്കാണ് ഉത്തരവാദിത്തം. നല്ലതായി കഴിഞ്ഞാൽ ഈസ് എ വെരി ഗുഡ് ഓഫീസർ, ഷീസ് എ വെരി ഗുഡ് ഓഫീസർ എന്ന് പറയുന്നതിന്റെ ഒരു കമ്പാരിസൺ ഒക്കെ ഉണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് 3% ആളുകൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ഇതിലൊന്നും വരാൻ പാടില്ല എന്നുള്ളൊരു തെറ്റായ ധാരണയാണ്. അവർക്ക് വരാം, എങ്ങനെ വരാം, അവർക്ക് എങ്ങനെ കടന്നു വരാം തുടങ്ങി അത്രയും എനിക്ക് തോന്നുന്നു 1-2 പേജിലൊക്കെ ആയിട്ട് വളരെ ഡീറ്റെയിൽസ് ആണ് അതിന്റെ. കറക്റ്റായിട്ട് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോൺഫിഡൻസ് കൂടും. അവർക്ക് ഡിഫറെന്റ്ലി ഏബിൾഡ് ആണല്ലോ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ്. ഇത് എന്തെങ്കിലും ഇതേ ഉള്ള കുഴപ്പം അവർക്ക്. അല്ലാത്ത കാര്യത്തിൽ ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളവരായിരിക്കും. അവർ കൂടുതൽ സർവീസിലേക്ക് വരാൻ ഈ പുസ്തകം സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കത് വായിച്ചപ്പോൾ ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഏറ്റവും ഫൈനൽ ചാപ്റ്റർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. പ്രതിഭ സേതു, അതായത് ഈ ഇന്റർവ്യൂവില്, ഫൈനൽ ഇന്റർവ്യൂവിൽ കുറെ പേര് റിജക്റ്റഡ് ആവും, പല കാരണങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം, ഇത്രയും നന്നായിട്ട് 2-3 വർഷമൊക്കെ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രിലിംസ് പാസ്സായി, ഫൈനൽ പാസ്സായി, ഇന്റർവ്യൂവിന് വന്നപ്പോൾ ചിലപ്പോൾ നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത ആളുകളുണ്ടാവും, ഔട്ടായിപ്പോയി. അവരെ പബ്ലിക് സെക്ടറിലോ പ്രൈവറ്റ് സെക്ടറിലോ ഏറ്റവും നന്നായി ഉപയോഗിക്കാവുന്ന തരത്തിൽ അവരുടെ ഒരു ലിസ്റ്റ് UPSC തന്നെ തയ്യാറാക്കി കൊടുക്കുന്നത്. UPSC ചെയ്ത ഒരു ഏറ്റവും വലിയ കാര്യം ആയിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത്. എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. നമ്മളെപ്പോഴും മനസ്സിലാലോചിക്കും, ഫൈനൽ സ്റ്റേജിൽ വന്നിട്ട് ഔട്ടായി പോകുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ. അവർക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ചിലപ്പോൾ കിട്ടും, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് കിട്ടാനുള്ള, ഞാൻ പറഞ്ഞല്ലേ മുഴുവൻ പറയാം, പക്ഷെ മുഴുവൻ പറഞ്ഞാൽ മറ്റേ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഘട്ടത്തിലുള്ള കാര്യങ്ങൾ ഇത്ര നന്നായിട്ട്, എന്ന് വെച്ചാൽ ഡു ഇറ്റ് ബെറ്റർ എന്ന പുസ്തകത്തിന്റെ പേര് അതിന് യോജിച്ചൊരു പേരാണ്. അത് വളരെ കൃത്യമായി തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ കേരളത്തിലേക്ക് വരാൻ, കേരള കേഡർ ഇഷ്ടപ്പെട്ടു വരുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ. കേരളത്തിലെ പ്രകൃതി മനോഹാരിതയെ കുറിച്ച് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞല്ല, എന്ന് റിട്ടയർ ചെയ്തിട്ട് ഇവിടെ തന്നെ താമസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. മറ്റത് വെറുതെ പറയല്ല, കേരളം ഗംഭീരാണെന്നൊക്കെ ഇപ്പോ പറയാ, അതല്ല, അത് കഴിഞ്ഞിട്ടും ചെയ്യും. വെറുതെ അല്ല, 4000-ഓളം സ്കൂളിൽ പോയി ഡ്രഗ് അബ്യൂസിനെ പറ്റി ക്ലാസ് എടുത്ത ആളാണ് കൂടിയാണ് അദ്ദേഹം. 4000-ഓളം സ്കൂൾ ഒരാളും ചെയ്തിട്ടില്ല കേരളത്തിൽ, നമ്മൾ ആരും ചെയ്തിട്ടില്ല. അത്രയും ചെയ്ത ആൾ. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്ക് അതിനെ കുറിച്ചാണ് അല്ലെ, ഡ്രഗ് ഇതിനെ കുറിച്ചാണ്. വളരെ നന്നായിട്ട്, വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള. ഞാൻ MLA ഒക്കെ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ വളരെ ആദരവോടുകൂടി നോക്കിക്കൊണ്ടിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ഞങ്ങൾ എപ്പോഴും കാണുമ്പോൾ സംസാരിക്കാറുണ്ട്, വളരെ സ്നേഹത്തോടുകൂടി. നമ്മുടെ കേരള കേഡറിലേക്ക് അദ്ദേഹം വന്നത് നമുക്കത് വളരെ വർത്തായിട്ടുള്ള ഒന്നാണ്. നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹം ഈ പുസ്തകം കൂടി എഴുതി, ഈ പുസ്തകം പരമാവധി ലൈബ്രറികളിൽ എത്തിച്ച് കുട്ടികളെ കൊണ്ട് വാങ്ങിപ്പിച്ച് പേരൻസ് ഈ കുട്ടികളെ കൊണ്ട് ഈ പുസ്തകം വായിപ്പിക്കണം. അവർക്കത് ഈ സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമല്ല, ആ ബുക്ക് എനിക്ക് തോന്നിയത് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയ എത്ര പേർക്കാണ്, 1000 പേർക്കാണ് ഒരു വർഷം വരാൻ. ഭയങ്കര കോൺഫിഡൻസ് അത് ഉണ്ടാക്കുന്നുണ്ട്. അവരെ കുട്ടികളെ ഇൻസ്പയർ ചെയ്ത് തീർച്ചയായിട്ടും ഇത് വരും. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. സുധീറിന്റെ പ്രിസം ബുക്സിനെ ഇതുപോലത്തെ ഒരു നല്ല പുസ്തകം, നല്ല ഇംഗ്ലീഷ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള, ആർക്കും വായിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഏറ്റവും, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, അതായത് ഏറ്റവും ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ എഴുതുന്നതാണ് ഏറ്റവും എളുപ്പം അല്ലേ. ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതുന്നതാണ് ഏറ്റവും പാടായിട്ടുള്ള കാര്യം. അത്രയും സിമ്പിൾ ആയിട്ടാണ്
ഇത് ചെയ്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ആർക്കും വായിച്ചു പോകാൻ പറ്റാവുന്ന, വളരെ വേഗത്തിൽ വായിച്ചു തീർക്കാവുന്ന നല്ലൊരു പുസ്തകം. ഇത് വരാനിരിക്കുന്ന തലമുറയ്ക്ക് അദ്ദേഹം ഒരു ഗൈഡായി നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്ത സംഭാവനയാണ്. ഞാൻ അതിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് വളരെ നിറഞ്ഞ സന്തോഷത്തോടു കൂടി അദ്ദേഹം എഴുതിയ ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട CM സർ എല്ലാ കാര്യങ്ങൾ പറഞ്ഞ കഴിഞ്ഞു. ഒന്ന് രണ്ട് കാര്യം മാത്രം. ഇതിലെ this book I have been writing for the last 3-4 years. I came to know that there are 12 papers and there are 12 months. 2 papers prelims, 9 papers main, and 1 interview. So 12 papers, the mistake the children are doing is they are taking the exam this as they reach to the exam. ആദ്യമായിട്ട് പ്രിലിമിനറി പരീക്ഷ എഴുതുക, അതിനുവേണ്ടി പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുക. അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല ഞാൻ ഈ പരീക്ഷയിൽ ഇന്റർവ്യൂ വരെ എത്തുമെന്ന്. അപ്പോൾ സംഭവം ചില ആളുകൾ ഇന്റർവ്യൂവിൽ പാസ്സാവും. ഇന്റർവ്യൂവിൽ പാസ്സായ ശേഷം പിന്നെ 9 പേപ്പറുകൾ വായിക്കാനും പിന്നെ അത് തയ്യാറെടുപ്പ് എടുക്കാനും വേണ്ടി ആകെ അവർക്ക് കിട്ടുന്നത് 1 മാസം 1.5 മാസം. പിന്നെ അതും പാസ്സായ ശേഷം ഇന്റർവ്യൂ തുടങ്ങുന്നത് ഏകദേശം ഇപ്പോഴത്തെ 3-4 വർഷമായിട്ട് 10 ദിവസം ശേഷം ഇന്റർവ്യൂ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്റർവ്യൂവിന്റെ വേണ്ടി നമുക്ക് സമയം കിട്ടൂല, മെയിൻസ് പരീക്ഷ വേണ്ടി സമയം കിട്ടൂല. ആ തെറ്റ് അവരെ കുട്ടികളെ അത് മനസ്സിലാപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബുക്ക് എഴുതാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം, അവർ ലാംഗ്വേജിൽ നമ്മൾ ഒരു നല്ല കമാൻഡ് വേണം. മലയാളം ലാംഗ്വേജ് ആണെങ്കിൽ മലയാളം, നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്. നമ്മുടെ ഈ പരീക്ഷ 2 ഭാഷയിൽ ഏത് ഭാഷയിൽ എഴുതാം. സാർ അതിനകത്ത് ഒരു പ്രശ്നം സാർ ഒന്ന് മനസ്സിലാവും, നമ്മൾ അത് ആളുകൾക്ക് അറിയില്ല. ഒരു ഏകദേശം 300 ഇല്ലെങ്കിൽ 380 മലയാളികളാണ് റിട്ടൺ പരീക്ഷയിൽ പാസ്സാവുന്നത്. അത് ഞാൻ ഒരു സർവേ ചെയ്തു സർ. 15 വർഷത്തിന്റെ കണക്കാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ 380ഓളം ആളുകൾ എല്ലാ വർഷം അവർ നമ്മൾ മലയാളികൾ കേരളത്തിനും തയ്യാറെടുപ്പ് ചെയ്യാനുണ്ട്, ബാംഗ്ലൂർ, ഡൽഹി, ചെന്നൈ നമ്മൾ അവിടെയും ചെയ്യാനുണ്ട്. ഈ 380 ആളുകൾ ഡൽഹിയിൽ പോയ ശേഷം ഇന്റർവ്യൂ കൊടുത്ത ശേഷം കഴിഞ്ഞ 15 വർഷത്തിന്റെ റെക്കോർഡ് ഞാൻ നോക്കി സർ, 50 മലയാളികളെക്കാൾ കൂടുതൽ ആളുകൾ പാസ്സാവുന്നില്ല. വൈ? ബിക്കോസ് അവർക്ക് ആ 1/2 മണിക്കൂർ ഇന്റർവ്യൂവിൽ അവർക്കൊരു പ്രവാഹത്തിൽ സംസാരിക്കാനുള്ള അവർക്ക് ആ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. So I have given the maximum importance that you must start your training every day for 1 year. If 12 papers, they must be prepared every day for 365 days, including interview. What I say is that interviews preparation also should start nearly 1 year in advance. Third thing is where we are missing is the knowledge of mathematics. Unfortunately, sir, in the whole of the country, നമ്മുടെ mathematics, ഹിന്ദി, രാജസ്ഥാനൊക്കെ ആണെങ്കിൽ സംസ്കൃത്, പിന്നെ മലയാളം, ഇതെല്ലാം നമ്മൾ കമ്പൽസറി സബ്ജക്റ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ ദ്രോഹമാണ് നമ്മളെല്ലാം ഇന്ത്യ മൊത്തം എല്ലാ 28 സംസ്ഥാനങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പൽസറി സബ്ജക്റ്റിന്റെ അർത്ഥം എന്താണ്? അത് എങ്ങനെയെങ്കിലും നമ്മൾ പാസ്സായാൽ മതി. അതിന് A+ ഗ്രേഡിന് വേണ്ടി മാർക്സ് എടുക്കുമ്പോൾ ഈ 3-4 പരീക്ഷകളുടെ നമ്പർ അവർ എടുക്കില്ല. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു? എങ്ങനെയെങ്കിലും ഈ പരീക്ഷ പാസ്സാക്കാൻ ശ്രമിക്കുന്നു, അവർ പാസ്സാവുന്നു. അതും SSLC വരെ. അതിനുശേഷം പിന്നെ മലയാളം വായിക്കുകയോ ഇംഗ്ലീഷ് നല്ല രീതിയിൽ വായിക്കുകയോ നമ്മൾ ആരും ചെയ്യുന്നില്ല. I have given the importance that the mathematics should be of top class, at least minimum of higher secondary level. ഇല്ലെങ്കിൽ പ്രിലിമിനറി പരീക്ഷയുടെ ഒരു CSET പരീക്ഷ ഉണ്ട് സർ, ദി സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് പാസ്സാക്കാൻ പറ്റൂല. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഫുൾ ഓഫ് 60% it is full of
the reasoning and logic. ബാക്കി കാര്യങ്ങൾ സാറെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഐ വാണ്ട് ടു സ്പീക്ക് അബൌട്ട് ചീഫ് മിനിസ്റ്റർ സർ. വന്ദേ ഭാരതിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാറ് അദ്ദേഹത്തിന് ഞാൻ കാണുന്നത്. ഇത് ഒരു മുഖസ്തുതിയല്ല. ഐ ഹാവ് യെറ്റ് ടു മീറ്റ് എ പബ്ലിക് പേഴ്സൺ who reads so much. അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം ഫോണൊന്നും വെക്കുന്നില്ല. അപ്പൊ ഈവനും സാർ നിങ്ങൾ ആർക്കും ഫോൺ ചെയ്താൽ സാർ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ഫോൺ ആ പോലീസുകാരൻ അന്ന് അപ്പോസിഷൻ ലീഡർ ആയ സമയത്തിലും ആ പോലീസുകാരൻ എവിടെയോ പോയി കിടക്കി അതുപോലെ പുള്ളിക്കാരന്റെ കയ്യിലായിരിക്കും ഫോൺ. അത്യാവശ്യം വരുമ്പോൾ അവിടെ നിന്ന് വന്നിട്ട് സാർ ഒരു ഫോണുണ്ട്, അത് അത്യാവശ്യമാണെങ്കിലേ ഉള്ളൂ. But he will read. Last 3 books, I remember, I noted down. They were all written on climate changing സംബന്ധിച്ച്. And that too written by the top European American writers. I request to Minhaj Alam that this disaster management, he is supposed to be the disaster management idea കിട്ടാൻ വേണ്ടി ഈ നമ്മുടെ മഴ കൂടുതൽ ഈ വെള്ളപ്പൊക്കത്തിന്റെ ആ നഷ്ടം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വേറെ ആരോ വിളിക്കാൻ കാര്യമൊന്നുമില്ല. ചീഫ് മിനിസ്റ്റർ സാറിന്റെ കൂടെ ഒരു മണിക്കൂർ ഇരുന്നാൽ എല്ലാ പ്രോബ്ലം ചിലപ്പോൾ സോൾവ് ആവുന്നതാണ് എന്റെ വിശ്വാസം. എവറി ഡേ he reads almost they say Bill Clinton used to read a book a day. So sir also now of course he is so busy, otherwise he is in that category. And how many of you know he has already written a book named Adam? Right, sir? Adam, it is 38 chapters he has written on Bible. And he has written that he has interpreted the Bible in his own manner. And he said how Bible has greatly affected his personal life. അപ്പോ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞാണെങ്കിൽ ഐ മീൻ യു ആർ സീയിങ് റിയലി ദ മോസ്റ്റ് വോസിഫറസ് റീഡർ ഇൻ ദ ഫോം ഓഫ് ചീഫ് മിനിസ്റ്റർ വിച്ച് I have been seeing since the last 3-4 years. Then those people who have helped me in writing this book is, sir, one is Mr. Ajay Kumar. Ajay Kumar is still chairman of UPSC. He is 85 batch. He is my batchmate. This scheme, which he didn't tell me, I came to know from newspapers. This scheme is a game changer. If you have missed to become an IAS or an IPS officer, he had informed your information to all the public sector and even the private sector. ഈ മിസ്സായ ആളുകൾ, ആഫ്റ്റർ ഓൾ ഈ മിസ്സായ ആളുകൾ ആരൊക്കെയാണ്? സിവിൽ എഞ്ചിനീയർ, IITians, കെമിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, IIM പഠിക്കുന്ന ആളുകളാണല്ലോ മിസ് ചെയ്യുന്നത്. അവരെല്ലാം ഇപ്പോ അവർക്ക് സർ 3 ആള് ഐ വാസ് ഗൈഡിങ് 3 ആൾക്ക് 3 ഓപ്ഷൻ ഇപ്പോൾ ജോലിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. വാട്ട് എൻ ഐഡിയ. ഐ മീൻ UPSC is there since the last 80 years, but only Ajay Kumar could think about that. Hats off to him. Then the Akhil IAS sub-collector Kollam, he helped me in bringing some more information about some books. One Anuj Paliwal is sitting here, an IPS officer. He also helped me in writing the 1 or 2 topics. Then Miss Krishnendu is here. She, all this memory-based tricks, chapter 1, I could prepare with her help. And Pramod Govande is my batchmate IRS officer. So the mathematics chapter, he is a living genius. So it is he with whom discussion I could write. With all these words, I come to an end. Thank you very much, sir, for coming and honoring this function. Jai Hind. Thank you, sir.
ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്. പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.